ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോൾ പത്മകുമാറിന്റെ വീട്ടിൽ 12 മണിക്കൂർ SIT സംഘം നടത്തിയ പരിശോധനയിൽ പല രേഖകളും കണ്ടെത്തിയെന്നുള്ളതാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു, താമസിക്കാറുണ്ടായിരുന്നു എന്ന മൊഴി നൽകിയിരിക്കുന്ന ബന്ധുക്കൾ തന്നെയാണെന്നുള്ള വിവരമാണ്. അതോടൊപ്പം ഇവർ രണ്ടുപേരും ചേർന്ന് എന്തൊക്കെയോ വ്യാപാര സ്ഥാപനങ്ങൾ വാങ്ങി എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ അവിശുദ്ധ ബന്ധം തെളിഞ്ഞിട്ടും അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്, അതിന്റെ തുടർച്ചയാണ്. ഇന്നും ജില്ലാ കമ്മിറ്റി അംഗമായി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുന്നത് അതിലൊരു അസ്വാഭാവികത തോന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല സ്മൃതി, എനിക്കതിനകത്തൊരു അസ്വാഭാവികത തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിയെ നിർണായകമായ പല ഘട്ടങ്ങളിലും, വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ പാർട്ടിയെ കൂടെ നിർത്തിയ ആളാണ് പത്മകുമാർ. ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, പാർട്ടിയെ കൂടെ നിർത്തിയ ആളാണ് ശ്രീ പത്മകുമാർ എന്ന് പറഞ്ഞാൽ, ഞാനത് രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും അല്ല പറയുന്നത്, ഞാൻ എൻ്റെ പ്രൊഫഷണൽ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പാർട്ടിയിൽ വലിയ ഗ്രൂപ്പിസം നിലനിൽക്കുന്ന കാലമുണ്ടായിരുന്നു. അതൊരു സത്യമാണ്, ആരും നിഷേധിച്ചാൽ അങ്ങനെ സത്യമാണ്. ഓരോ ജില്ലാ കമ്മിറ്റികൾ പിടിച്ചെടുക്കുന്നതിനുള്ള ശക്തമായ ഗ്രൂപ്പിസം നിലനിന്നിരുന്നു. ആ സമയത്ത് ഏറ്റവും ഒടുവിൽ VS പക്ഷത്ത് നിന്ന് മറിഞ്ഞ 2 ജില്ലാ കമ്മിറ്റികളാണ് ഇടുക്കിയും പത്തനംതിട്ടയും. വളരെ ശക്തമായിട്ട് VS അച്യുതാനന്ദനോടൊപ്പം ഉറച്ചു നിന്ന 2 ജില്ലാ കമ്മിറ്റികളായിരുന്നു അത്. അതിൻ്റെ നേതാക്കന്മാരുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ആദ്യം ഇടുക്കിയാണ് മറിയുന്നത്, ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് മറിയുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളത്. VS അച്യുതാനന്ദൻ 3 പൂച്ചകളെ, 3 പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണ്. 3 പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് IAS-കാരായിരുന്നു കേട്ടോ. 2 IAS-കാരും 1 IPS-കാരനെയുമാണ് അദ്ദേഹം അങ്ങോട്ട് അയച്ചത്, മൂന്നാറൊക്കെ വെടിപ്പാക്കാൻ വേണ്ടി. വളരെ നല്ല നിലയിലായിരുന്നു, ഒരുപാട് കയ്യേറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പൂച്ചകളുടെ പ്രവർത്തനത്തിനകത്ത് ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് ചില പാർട്ടി ഓഫീസ് വരെ കുഴപ്പത്തിലായി. ചില പാർട്ടി ഓഫീസുകൾ പോലും പട്ടയമില്ലാത്ത ഭൂമിയിലാണെന്ന് കണ്ടെത്തുകയും അതേ തുടർന്ന് ഇവിടെ വലിയ ഇഷ്യൂ ഉണ്ടായി. അതിനപ്പുറവുമായിട്ട് രാമക്കൽമേട്ടിൽ വൈദ്യുതി കാറ്റാടിപ്പാടം ഉണ്ടായിരുന്നു. ആ കാറ്റാടിപ്പാടത്ത് ചില പേരുകളൊക്കെ വന്നുപോയി. ചില ആളുകളുടെയൊക്കെ പേരുകൾ, അവർക്കവിടെയൊക്കെ പട്ടയമുണ്ട്, ടവറുണ്ട്. അതേപോലെ ചില സിനിമാ നടന്മാരുടെയൊക്കെ പേര് വന്നതിനെ തുടർന്ന് പക്ഷം അങ്ങ് തിരിയുകയാണ്. അവിടെ ഉണ്ടായിരുന്ന VS പക്ഷത്തിനുണ്ടായിരുന്ന മേൽക്കൈ അവിടെ നഷ്ടപ്പെടുകയാണ്. അതിനെക്കുറിച്ചൊക്കെ വലിയ വിവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായി. ആ സമയത്തൊക്കെ ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്താണ്. അപ്പോഴന്ന് ഇടുക്കിയിൽ നിന്നൊക്കെ ഉണ്ടായ ചില നേതാക്കന്മാരൊക്കെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ മറിയുകയാണ്, ഈ പറഞ്ഞതുപോലെ നിങ്ങളെ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നല്ലോ, മൂന്നാർ ഞങ്ങൾ വെളുപ്പിച്ച് കളയും, ഇതൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് നിങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ചില വാക്കുകളൊക്കെ, ചേർത്ത ചില വാക്കുകൾ, എന്നെ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഓയും ലായും ഒക്കെ ചേർത്ത ചില വാക്കുകളിൽ ഞങ്ങളെ കളിയാക്കിയൊക്കെ ചേരുന്നു. പക്ഷേ എന്തായാലും ആത്യന്തികമായിട്ട് സംഭവിച്ചത് ആ ജില്ലാ കമ്മിറ്റി ആദ്യം മറിഞ്ഞ് മറ്റേ പക്ഷത്തേക്ക് മാറി. അപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പിടിച്ചു നീക്കിയായിരുന്നു. അത് അവരുടെ വളരെ VS-നോട് വലിയ അനുഭവമുണ്ട്. VS ചന്ദ്രശേഖരപിള്ള എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലം തൊട്ട് ഉറച്ചു നിന്നൊരു കമ്മിറ്റിയാണത്. അതിനകത്തിൽ ആനന്ദഗോപന്, അതുപോലെ KC രാജഗോപാൽ എന്നൊക്കെ പറയുന്ന ആറന്മുള MLA ഒക്കെ ഉണ്ട്. ഇവരൊക്കെ വളരെ ശക്തരായിരുന്നു ആ സമയത്ത്. പക്ഷേ ആ സമയത്തും മറുപക്ഷത്ത് നിന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാർട്ടിയെ ചേർത്ത് നിർത്തിയ നേതാവാണ് ശ്രീ പത്മകുമാർ. മറുപക്ഷം എന്ന് പറഞ്ഞാൽ പിണറായി അങ്ങനെയായിരുന്നല്ലേ? അതൊക്കെ പഴയ കഥയല്ലേ ശ്രീ രാജഗോപാൽ? അതിനുശേഷം പത്മകുമാറിന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ശേഷമാണല്ലോ യുവതീ പ്രവേശം ഉണ്ടാകുന്നത്. യുവതീ പ്രവേശം വരുമ്പോൾ അങ്ങ് പറയുന്ന പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത പത്മകുമാർ മറ്റൊരു നിലപാടെടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ സ്ത്രീകളാരും അല്ലെങ്കിൽ യുവതികളാരും ശബരിമലയിലേക്ക് പോകില്ല എന്ന് പറയുന്നു. അതുകൂടാതെ ഇന്നലെ രാഹുൽ ഈശ്വര അടക്കം തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. അവിടെ പ്രക്ഷോഭം നടത്താൻ എന്നെയും മുത്തശ്ശിയും അവിടെ സമരത്തിന് എത്തിച്ചത് പത്മകുമാർ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ അന്ന് സർക്കാർ എടുത്ത നിലപാട്, പിണറായി സർക്കാർ എടുത്ത നിലപാട്, അതിന് വിരുദ്ധമായ സമീപനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നീട് N വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ അതിൻ്റെ കാലഘടന നോക്കുകയാണെങ്കിൽ താഴേക്ക് വരുംതോറും ആ ബന്ധം വഷളാവുന്നുണ്ട്. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും പരസ്യ പ്രതികരണം നടത്തി. അങ്ങനെ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. അതുവരെയല്ലേ എത്തി നിൽക്കുന്നത്? അപ്പോൾ ആ പഴയ ബന്ധം ഇനി പറയുന്നതിൽ അർത്ഥമുണ്ടോ? മറ്റെന്തോ കാരണങ്ങളല്ലേ? ഉണ്ട് വ്യതിയാനത്തിലുണ്ട്. കാരണം പത്മകുമാറിൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ ചില വൈചിത്രങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന പത്മകുമാർ, ഇന്ന് കാണുന്ന പത്മകുമാർ ആയിരിക്കത്തില്ല നാളെ കാണുന്ന പത്മകുമാർ. അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളിലും, അതുകൊണ്ടാണ് അദ്ദേഹം കരിയറിലേക്ക് എത്താതെ പോയത്. കഷ്ടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ എത്തിയതെന്നുള്ളൂ.
അല്ലെങ്കിൽ 96 പാലക്കാട് എൻ കൃഷ്ണദാസിനെക്കാട്ടിൽ മുമ്പ് DYFയുടെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പഴയതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. എന്തുകൊണ്ടാണ് രണ്ടാമത് കോന്നി തോറ്റുപോയത്? കോന്നി തോറ്റുപോയ സമയത്തും ചെറിയ മാർജിനാണ് തോക്കുന്നത്. ആ സമയത്തും പാർട്ടി സഖാക്കൾ വോട്ട് ചെയ്തത്, അന്ന് ഈ മറ്റേ ബാലറ്റ് പേപ്പറിലാണ് വോട്ട് ചെയ്യുന്നത്, പാർട്ടി സഖാക്കൾ വോട്ട് ചെയ്തത് ഈ ബാലറ്റ് തിരിച്ചു വെച്ചിട്ടാണ് അവർ അരിവാൾ ചുറ്റികയുടെ ആ ഇമേജ് കണ്ടെടുത്ത് വോട്ട് ചെയ്തത്. നോക്കണം വിരോധം. അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തതുകൊണ്ടാണ് ആ വൈരുദ്ധ്യം അദ്ദേഹത്തിൻ്റെ പണ്ട് തൊട്ടേ ഉണ്ട്, പത്മകുമാറിനുണ്ട്. അപ്പോൾ ഞാൻ ഈ ശബരിമല വിഷയത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയെ ചേർത്ത് നിർത്താനുള്ള കാരണം അദ്ദേഹം പണ്ട് പാർട്ടിയെ ചേർത്ത് നിർത്തിയതുകൊണ്ടാണെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇപ്പോൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പത്മകുമാറിന് ഇതെല്ലാം അറിയാമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്, പത്മകുമാർ പന്ത് അല്ലെങ്കിൽ ബാറ്റൺ കൈമാറിയിരിക്കുകയാണ്. ഇനിയും 2 ആളുകളിലേക്ക് അന്വേഷണം വരാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ വാക്കെടുത്ത് പറയുകയാണെങ്കിൽ ദൈവതുല്യരായ 2 പേരിലേക്കാണ്. ദൈവതുല്യരുടെ 2 കർട്ടനാണ് നിൽക്കുന്നത്. അതിൽ ആദ്യത്തെ ദൈവതുല്യൻ ഒരു പക്ഷെങ്കിൽ പാർട്ടിയിലെ ആളായിരിക്കാം. പാർട്ടിയിലെ ആളിലേക്ക് വന്നു. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം വരികയാണ്. തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യവേണ്ടി വരുമെന്ന് സംശയമൊന്നുമില്ല. കാരണം ഈ കത്താണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യം. ഒരു മന്ത്രി ഓഫീസിൽ കിട്ടിയ കത്ത് അറിഞ്ഞില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. സ്വാഭാവികമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ടല്ലോ, ഇവിടെ PA-മാരുണ്ട്, അഡീഷണൽ PS-മാരുണ്ട്. ഒരു മന്ത്രിക്ക് ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ അത് പരിശോധിക്കത്തില്ലേ? പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ അറിവുള്ള ഒരാൾ അതിനകത്തൊരു നോട്ട് എഴുതും. ആ നോട്ട് എഴുതിയിട്ടാണല്ലോ തിരിച്ച് ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നോട്ട് ഉണ്ടായിട്ടുണ്ടോ? അതേപോലെ തന്നെ പോറ്റി വെറുതെ കത്തയച്ചു വീട്ടിൽ ഇരിക്കത്തില്ല. പോറ്റി ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിൽ ചെന്ന് കാണും. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ, അങ്ങനെ ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ. ഇനിയും CCTV ഒക്കെ ഇടിവെട്ടി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. പരിശോധിച്ച ശേഷം നമുക്കിതിനകത്തൊരു തീരുമാനം എടുക്കാം. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, നമ്മളൊരു പ്രൊഫഷണൽ കള്ളൻ, മിടുക്കനായ ഒരു കള്ളനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും രേഖാമൂലം ഇതൊന്നും എഴുതി അയക്കത്തില്ല. നമ്മൾക്കൂടെ മോഷ്ടിക്കണമെന്നുള്ളത് നല്ല വ്യക്തം, അല്ലെങ്കിൽ പോറ്റിയെ ഇക്കാര്യത്തിൽ ഇടപെടുത്തണമെന്നുള്ള വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ രേഖാമൂലം ഒന്നും എഴുതി അയക്കത്തില്ല. പത്മകുമാറിനോട് ഒരു പക്ഷെങ്കിൽ വാക്കിൽ പറഞ്ഞു, ടെലിഫോണിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ, അങ്ങനെ പറയുകയുള്ളൂ. രേഖാമൂലമായ ഒരു കാര്യങ്ങളോട് കാണാൻ സാധ്യതയില്ല. അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാർ അവരാദ്യം എതിർത്തെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു തവണ 1-2 തവണ കൂടിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് കൂട്ടി നിൽക്കാൻ സാധ്യമല്ലാണെന്നാണ് പറയുന്നത്. അതിൽ ഒരു മെമ്പറുടെ വിശേഷണമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണല്ലോ, പോലീസ് ബന്ധമുള്ളൊരു നേതാവാണ്, അദ്ദേഹത്തിന് അധികം വിരട്ടാനും ഒക്കത്തില്ല. അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവരുടെ മൊഴി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ മൊഴി എടുത്തിട്ടുണ്ടോ എന്നറിയത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് പത്മകുമാറിലേക്ക് ഈ നടപടി പോയെന്ന് നമുക്കറിയത്തില്ല. ഇനി രണ്ടാമത്തെ പാർട്ടാണ് പത്മകുമാറിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് തന്ത്രിമാരിലേക്ക് പറയാമോ? പറഞ്ഞോളൂ. രണ്ടാമത്തെ പാർട്ടിലേക്കാണ് ഇത് വരുന്നത്. രണ്ടാം പാർട്ടിലേക്കാണ് തന്ത്രിമാർ. അതും ദൈവതുല്യരാണല്ലോ. ശബരിമല സന്നിധാനത്ത് പത്മകുമാർ പറയുന്ന ദൈവതുല്യരിൽപ്പെട്ട ഒരാളുകളാണ് അവർ. തന്ത്രിമാരുണ്ട് അവിടെ. ആ തന്ത്രിമാരുടെ ഇതിനകത്തിലെ രണ്ട് തന്ത്രി കുടുംബങ്ങളിലെ ആളുകളാണ് അവിടെ മാറി മാറി വരുന്നത്. 3 പേർ ചേട്ടനനിയന്മാർക്ക് അവകാശം ഉണ്ടായിരുന്നെങ്കിലും ഒരാൾക്ക് പെൺമക്കളായതുകൊണ്ട് 2 തന്ത്രിമാരാണ് മാറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടേണിൽ ഒരു തന്ത്രിക്ക് 2 തവണ അവിടെ തന്ത്രിസ്ഥാനം വഹിക്കാനുള്ള അവകാശം കിട്ടുന്നുണ്ട്. അവിടെ അവരെ ചോദ്യം ചെയ്യണം. ഇത്രയും വസ്തുക്കൾ 2018 മുതൽ 25 വരെ പോയിട്ട് നമ്മളിപ്പോഴാണ് വിവരം അറിയുന്നത്. ഈ മോഷണം അല്ലേ, മോഷണം SITയുടെ തെളിവുകളൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. മോഷണം നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ശബരിമല ശ്രീകോവിലിൽ നിന്നാണ് പോയിരിക്കുന്നത്. 18 പോയ കാര്യങ്ങൾ നമ്മൾ 2025 ആരും പറഞ്ഞതല്ല. ആരും പറഞ്ഞതല്ല. മുമ്പേ ചർച്ചയെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചാണ്. ദേവസ്വം ബെഞ്ച് കണ്ടെത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ജഡ്ജിയുടെ അധികാരമുള്ളൊരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതൊന്നും അറിയാതെ വന്നപ്പോൾ അദ്ദേഹം ഇതെല്ലാം കൂടെ രേഖാമൂലം എഴുതി കോടതി ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് കൊടുത്തു. അന്നേരമാണ് നമ്മളിതൊക്കെ അറിയുന്നത് അല്ലേ. ഇതൊക്കെ പുറത്തു വരുന്നത് ആ സമയത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല? ഒരുപക്ഷെ തന്ത്രിക്ക് അതിനെ പറഞ്ഞില്ല. സന്ധി സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ, സർക്കാർ ശമ്പളം മേടിക്കുന്ന ആളല്ല. അത് അവർ പറയണമായിരുന്നു. അവരത് ഭക്തജനങ്ങളോട് പറയണമായിരുന്നു. ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്, ഇതൊരു തട്ടിപ്പാണോ ഇല്ലെന്നുള്ളതൊരു പക്ഷേ അറിഞ്ഞുകൂടായിരിക്കാം. പക്ഷേ സംഭവങ്ങൾ അവിടെ നടന്നെന്നുള്ളത് വെളിപ്പെടുത്തണമായിരുന്നു. ഇനി അതാണോ പത്മകുമാർ ഉദ്ദേശമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. രണ്ടാമത്തെ ദൈവതുല്യർ എന്നൊക്കെ പറയുന്നത് തന്ത്രിമാരെയാണോ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അന്വേഷണം ആ രീതിയിലേക്കൊക്കെയാണ് വരുന്നത്. ഇതിന്റെ ഒരു പോക്ക് കണ്ടിട്ട് ആ രീതിയിലേക്കൊക്കെ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ശരി, എന്തുകൊണ്ട് പത്മകുമാറിന് ഈ സംരക്ഷണം എന്നതിൽ കൃത്യമായ മറുപടി നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പല സംശയങ്ങളും ഉയർന്നു വരികയാണ്. പത്മകുമാർ പിണങ്ങിയാൽ അത് മറ്റു ചില പേരുകൾ കൂടി പുറത്തു വരുന്നതിലേക്ക് നയിക്കുമോ എന്നുള്ള ആശങ്കയാണ് ഉയരുന്നത്. പാർട്ടിക്ക് ആശങ്കയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുകയാണ്.
Debate with Smriti Parathikkad.